ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ക്യൂടെക്സ് അതുപോലെ തന്നെ ലിക്വിഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആയിക്കോട്ടെ, ഏത് തരം ഷെയ്ഡ് ആയിക്കോട്ടെ, ഇതുപോലെയുള്ളവർക്ക് കുറച്ച് ദിവസം വെച്ച് പെട്ടെന്ന് കട്ടിയാവില്ലേ? പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്താൽ തന്നെ പെട്ടെന്ന് കട്ടിയാവും. അപ്പൊ ഇങ്ങനെ കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കല്ലാണ്ട് വേറെ ഒരു വഴിയില്ല അല്ലേ? അപ്പൊ ഈ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ കട്ട പിടിച്ചിട്ടുള്ള ക്യൂടെക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ അതിനുള്ള കാര്യമാണ് നമ്മുടെ പെർഫ്യൂം. ഏത് പെർഫ്യൂമും ആയിക്കോട്ടെ കേട്ടോ, സ്പ്രേ, അത് നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ 3-4 തവണ ഒന്ന് അടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ക്ലോസ് ചെയ്ത് നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഒരു ഇത് അലിഞ്ഞു കിട്ടും കേട്ടോ. അപ്പൊ ഇത് ക്യൂടെക്സിലൊക്കെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ നമ്മുടെ സിങ്ക് ഒക്കെ പലപ്പോഴും നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിന്റെ ആ ഒരു മെഴുക്ക് പറ്റാറുണ്ട് അല്ലേ? പിന്നെ നമ്മൾ സിങ്ക് കഴുകുന്ന സമയത്ത് ആ മെഴുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയിക്കൊള്ളുന്നില്ല. അപ്പൊ അതിനുള്ളൊരു ടിപ്പും കൂടി ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പൊ ഒന്നുകിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിന്റെ പീസും, അത് വെച്ച് നമുക്ക് ആദ്യം ഒന്ന് സിങ്ക് തുടച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം. കേട്ടോ, അതിനുശേഷം നമ്മൾ സിങ്ക് തേച്ച് കഴുകുകയാണെങ്കിൽ നല്ല ക്ലിയർ ഉണ്ടാവും കേട്ടോ. സിങ്ക് പറ്റിപ്പിടിച്ചിട്ടുള്ള ആ ഒരു മെഴുക്കൊക്കെ പോകാൻ അതൊരു കാരണമാവും. ഒന്നുകിൽ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ തേങ്ങ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇതുപോലെ പൊളിച്ച് വെച്ച തേങ്ങയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഇതുപോലെ കിടത്തി വെക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ കുത്തനെ വെക്കുകയോ ചെയ്യരുത്. തീർച്ചയായും നമ്മളിതാ ഇതുപോലെ ഇതുപോലെ വെച്ചു കൊടുക്കുക. ബക്കറ്റിലൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു സൈഡ് നമ്മൾ, അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ ലീക്ക് ഉണ്ടോ എന്നും കൂടി ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഒരു ലീക്കൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും തേങ്ങ പെട്ടെന്ന് കേടാവും. ആ തേങ്ങ പെട്ടെന്ന് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാത്തവയാണെങ്കിൽ തീർച്ചയായും ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക.